നമുക്ക് സാഹിത്യാചാര്യ ദ്വിതീയ ഖണ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പാഠത്തിലേക്ക് പോവാം. നിങ്ങൾ 3 പരീക്ഷ എഴുതി കഴിഞ്ഞു. പഹല പ്രശ്നപത്ര, ദൂസര പത്ര और तीसरा പത്ര. ഇനി നമുക്കതിൻ്റെ തുടർച്ചയാണ്. കാരണം സാഹിത്യാചാര്യ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഒരേ പരീക്ഷയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് 4ാമത്തെ പേപ്പറാണ്, ചൗഥാ പത്രാണ്. അതിൽ 2 ബുക്കാണ് പഠിക്കേണ്ടത്. ഹിന്ദി ഭാഷാക്കെ വിവിധ രൂപ്, പിന്നെ ഭാഷികയ്ക്ക് പ്രാരംഭിക സിദ്ധാന്ത്. ഇപ്പോൾ 2 ബുക്കിൽ നിന്നും 50-50 മാർക്കിനാണ് ചോദിക്കുന്നത്. പിന്നെ 5വാം പത്ര കാവ്യശാസ്ത്ര, കാവ്യപ്രദീപ്. ഇതാണ് 2 ബുക്കുകളാണ് 5വാം പത്രത്തിൽ, 5ാമത്തെ പ്രശ്നപത്രത്തിൽ വരുന്നത്. ഇനി ഛടാ പ്രശ്നപത്രത്തിൽ വരുന്നത് ഒറ്റ ബുക്കാണ്. അത് വലിയ ഒരു ബുക്കാണ്, ഹിന്ദി സാഹിത്യക ഇതിഹാസ്, ആചാര്യ രാംചന്ദ്ര ശുക്ല. അത് ഹിന്ദി സാഹിത്യത്തിൻ്റെ 4 കാലഘട്ടമുണ്ട്, അതിനെ വിശദീകരിച്ചിട്ടാണ് ആ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് ഒറ്റ പേപ്പറാണ്. ഇത് ദ്വിതീയ ഖണ്ഡാണ്. നമുക്കിനി സാഹിത്യചാര്യ തൃതീയ ഖണ്ഡമുണ്ട്, പക്ഷെ അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ തൃതീയ ഖണ്ഡിൽ 7വാം പത്ര പ്രയോജൻ മൂലക് ഹിന്ദി, പിന്നെ അനുവാദ്മാല ഭാഗ് 4. ഈ 2 ബുക്കും കൂടി ചേർത്തിട്ട് ഒരു 100 മാർക്കിനുള്ള പരീക്ഷയാണ്. പിന്നെ 8വാം പത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് മലയാളമോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് ഏതുവേണോ എടുക്കാം. മലയാളത്തിന് 2 ബുക്കുകളാണ് കൊടുത്തേക്കുന്നത്, മലയാള ഗദ്യമാധുരി, മലയാള കാവ്യമഞ്ജരി. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് 12ാം ക്ലാസ്സിലെ ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, +2 ബുക്കാണ് പഠിക്കേണ്ടത്. പിന്നെ നവാം പത്രമുണ്ട്, 9ാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ മൗഖികാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഫെബ്രുവരിക്ക് ഉള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. അപ്പം 4, 5, 6, 7, 8 5 പേപ്പർ. കഴിഞ്ഞ തവണ നിങ്ങൾ 3 പേപ്പർ പഠിച്ചു, ഇപ്പം 5 പേപ്പറാണ്. 5 പേപ്പർ എന്തുകൊണ്ട് പഠിക്കുന്നു? തൃതീയ ഖണ്ഡും കൂടെ ഉണ്ട്, സാഹിത്യചാര്യ പാർട്ട് 3യും കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് ഇപ്പം 5 പേപ്പർ വരിക. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ പ്രശ്നപത്രത്തിലെ ചൗഥാ പ്രശ്നപത്രത്തിലെ 2 ബുക്കാണ് ഹിന്ദി ഭാഷാക്കെ വിവിധ രൂപം, ഭാഷികയ്ക്ക് പ്രാരംഭിക സിദ്ധാന്തം. അതിൽ ഭാഷികയ്ക്ക് പ്രാരംഭിക സിദ്ധാന്ത് അത് എൻ്റെ നോട്ടാണ് ഇപ്പം ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ നോട്ട്സും അയച്ചു തന്നിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ലിംഗ്വിസ്റ്റിക്, ബേസിക്കായിട്ടുള്ള ലിംഗ്വിസ്റ്റിക്കാണ് ഇതിൽ പഠിക്കേണ്ടത്. അതാണ് ഭാഷികയ്ക്ക് പ്രാരംഭിക സിദ്ധാന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്താണ് ഭാഷിക്ക്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിനെന്തെല്ലാം ഘടകങ്ങളുണ്ട്, അതാണ് 1ാമത്തെ അധ്യായത്തിൽ വരുന്നത്. എല്ലാം നോട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിൽ 1ാമത്തെ ചോദ്യം ഭാഷാ की परिभाषा देकर ഭാഷികി കാ പരിചയ ദീജിയെ എന്നാണ്. ഭാഷാ की परिभाषा देकर 2 ക്വസ്റ്റ്യനാണ്. ഭാഷ എന്നാൽ എന്ത്, അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. പിന്നെ എന്താണ് ഈ ഭാഷികി എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ, ചെറിയ ചോദ്യങ്ങളാണ് അതിൽ വരിക. അപ്പോൾ എന്താണ് ഈ ഭാഷ? സംസ്കൃതത്തിലുള്ള ഭാഷ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നും എടുത്ത വാക്കാണ്, ഉത്ഭവിച്ച വാക്കാണ് ഭാഷ. അപ്പം മൂലരൂപം ഭാഷാണ്. അതിൽ നിന്നാണ് എന്തുണ്ടായത്? ഭാഷയുണ്ടായത്. ഭാഷ ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഷയുടെ അർത്ഥം എന്താണ്? ഭാഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമുണ്ട്, പ്രകട് കർണ അല്ലെങ്കിൽ ബോൽന എന്നാണ്. പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഭാഷയില്ലാതെ നമുക്ക് ഒരു ആക്ടിവിറ്റി നടക്കില്ല. അപ്പോൾ അതിൽ നോട്ട്സ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും കൂടെ അത് ഹെൽപ്പ് ചെയ്യാം. മനുഷ്യ एक सामाजिक प्राणी है और समाज में रहते हुए वो एक दूसरे से परस्पर व्यवहार करते हैं. परस्पर व्यवहार में जितने साधन है उनमें विचारों की अभिव्यक्ति प्रधान है. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ വേണ്ടി പല
ഉപകരണങ്ങളുണ്ട്. അതിൽ വിചാരോങ്കി അഭിവ്യക്തിയാണ്, നമ്മുടെ ആശയങ്ങളെ മറ്റുള്ളവർക്ക് പ്രകടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. विचारों की अभिव्यक्ति के लिए व्यापक स्तर पर समाज में जिस साधन का उपयोग होता है उसे ഭാഷ कहते हैं. അപ്പം നമ്മൾ നമ്മുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് വ്യാപകമായിട്ട് സമൂഹത്തിലെ ഏത് ഉപകരണത്തെ, ഏതൊരു സാധൻ മാധ്യമത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെയാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഭാഷ എന്നാൽ എന്തെന്നാൽ 5 മാർക്കിന് ചോദിച്ചുകൂടാന്നില്ല, 2 മാർക്കിന് ചോദിക്കും. അടുത്ത എന്താണ് ഭാഷയ്ക്ക് പരിഭാഷ, ഒന്നും കൂടി നമുക്കതിൽ നോക്കാം. ഭാഷ യാദൃച്ഛിക് വാക് പ്രതീകോങ്കി वो व्यवस्था है जिसके द्वारा मानव समुदाय परस्पर व्यवहार करता है. യാദൃച്ഛിക് വാക് പ്രതീകാണ്. യാദൃച്ഛിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന യാദൃച്ഛിക് അല്ല, ക്രമരഹിതമായ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ക്രമരഹിതമായിട്ടുള്ള വാക് പ്രതീകങ്ങളുടെ ഒരു ചിട്ട. അതായത് വാക് പ്രതീകങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സിമ്പലാണ്, പല സിമ്പലുകൾ വ്യവസ്ഥയില്ലാതെ വരുന്നു. അതിനെ വീണ്ടും അത് വ്യവസ്ഥയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷ യാദൃച്ഛിക് വാക് പ്രതീകോങ്കി वो व्यवस्था है जिसके द्वारा मानव समुदाय परस्पर व्यवहार करता है. स्पष्ट है. भाषा विचार विनिमय का साधन है. भाषा विचार विनिमय का साधन है. സംശയമുണ്ടോ? അത് ഭാഷ വിചാർ വിനിമയിക്ക സാധൻ ഹെ. ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള ഒരു ഉപകരണമാണ്. ആശയവിനിമയം, അതാണ് ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാക്കെ സാത്ത് മാനവക്കെ വിചാർ ലഗേ ഹുയേ ഹെ. ഭാഷയോടൊപ്പം മനുഷ്യൻ്റെ ചിന്തകൾ, വിചാരങ്ങൾ, ആശയങ്ങളൊക്കെ അതിൽ കൂടിയിരിക്കുന്നു അല്ലെങ്കിൽ ചേർന്നിരിക്കുന്നു. ഇസിലിയെ ഉസേ വാക് പ്രതീക് കഹാ ഗയാ ഹെ. അതുകൊണ്ടാണ് ഇതിനെ വോക്കൽ സിമ്പൽ എന്ന് പറയുക. വോക്കൽ സിമ്പൽ, സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ വോക്കൽ സിമ്പൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഭാഷ മാനവക്കെ വിചാരോं का വാക് യാ വാണി കെ രൂപമേ പ്രതീക് ഹെ. മനുഷ്യൻ്റെ ആശയങ്ങളുടെ വാക്ക് അല്ലെങ്കിൽ വാണി, രണ്ടും ഒന്ന് തന്നെ. അതിൻ്റെ രൂപമാണ്, അതിൻ്റെ പ്രതീകമാണ് ഭാഷ എന്നുള്ളത്. കുറേ അക്ഷരങ്ങളുടെ, വാക്കുകളുടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താലേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ആശയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ആശയം ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കുകളുടെ രൂപങ്ങളുടെ സിമ്പലാണ് ഭാഷ എന്ന് പറയുന്നത്. पर इन वाक या शब्दों के साथ उनसे सूचित भाव या विचार का संबंध, अर्थ का संबंध किसने कब कैसे जोड़ा, इस प्रश्न का उत्तर नहीं दिया जा सकता. അപ്പോൾ ഭാഷ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്ക് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് ആ വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ യാദൃച്ഛികമായിട്ട് അതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അതഹ ഇൻ വാക് പ്രതീകോങ്കോ യാദൃച്ഛിക് കഹാ ഗയാ ഹെ. അതുകൊണ്ടാണ് ഈ വാക് പ്രതീകങ്ങളെ യാദൃച്ഛിക് എന്ന് പറയുന്നു. നമ്മൾ വാക്കുകൾ പറയുന്നു, അത് ആര് സംസാരിച്ചു, എപ്പോൾ സംസാരിച്ചു, എങ്ങനെയാണത് ആ വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചത്, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇൻ വാക് പ്രതീകോങ്കോ ഏക് ദൂസരേ കെ സാത്ത് മിലാക്കർ മനുഷ്യ വ്യവഹാർ കർത്താ ഹെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ വാക് പ്രതീകങ്ങളെ പരസ്പരം കൂട്ടിച്ചേർത്താൽ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് വ്യവഹാരം നടത്താനായിട്ട് പറ്റും, പരസ്പരം സംസാരിക്കാനായിട്ട് സാധിക്കും. ഇസ് മിലാനേമേ ഏക് പ്രകാർ കി വ്യവസ്ഥ പായി ജാതി ഹെ. അപ്പോൾ ഈ വാക് പ്രതീകങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചിട്ടയായിട്ട്, ഒരു സിസ്റ്റം ഉണ്ട് അതിന്. ആ സിസ്റ്റമായിട്ടൊരു രീതിയിൽ കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്ക് ഭാഷ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യഹ് വ്യവസ്ഥ ഏക് ഐസാ തത്വ ഹെ ജിസ് പർ ഭാഷ കാ മഹൽ ഖടാ ഹെ. അതാണ് ഭാഷയാകുന്ന ഒരു ബിൽഡിംഗ് നിൽക്കണമെങ്കിൽ ഈ സിസ്റ്റം നിലനിൽക്കണം. സിസ്റ്റം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സിസ്റ്റമാകുന്ന ബേസിലാണ് ഭാഷയാകുന്ന കൊട്ടാരം അല്ലെങ്കിൽ ബിൽഡിംഗ് നിലനിൽക്കുന്നത്. ഈസ് വ്യവസ്ഥ കോ ഖോജ് നികാൽന, ഈസ് വ്യവസ്ഥ കാ വർണ്ണൻ കർനാ ഹി ഭാഷാ വൈജ്ഞാനിക കാ കാം ഹോത്താ ഹെ. ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ ജോലി എന്താണ്? ഈ വ്യവസ്ഥയെ കണ്ടെത്തുക. എങ്ങനെ, ആരോട് എപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ ഈ വാക്കിനോടുകൂടി ഇന്ന വാക്ക് ചേർത്തപ്പോൾ അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്, ഈ ചിട്ട, ഈ സിസ്റ്റത്തെ കണ്ടുപിടിക്കുക, ഈ സിസ്റ്റത്തെ വർണ്ണിക്കുക എന്നുള്ളതാണ് ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ ജോലി. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് 10 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കൂടുതലും ഇതിൽ വന്നിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഭാഷികി കാ പരിചയ ദീജിയെ. എന്താണ് ഭാഷികി? ഭാഷികി എന്നുള്ളതിന് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭാഷാശാസ്ത്രം, ഭാഷാ വിജ്ഞാൻ, ലിംഗ്വിസ്റ്റിക്, അതാണ് ഭാഷികി എന്ന് പറഞ്ഞേക്കുന്നത്. ഭാഷികി കാ പരിചയ ദീജിയെ. ഭാഷികി और ഭാഷാ വിജ്ഞാൻ കാ സൂക്ഷ്മ അന്തർ ക്യാ ഹെ? നമ്മൾ ഭാഷികി ലിംഗ്വിസ്റ്റിക് ആണ്, ഭാഷാ വിജ്ഞാനും ലിംഗ്വിസ്റ്റിക് ആണെങ്കിലും ഈ രണ്ട് വാക്കുകൾക്കും അല്പസ്വല്പം വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഭാഷികി ശബ്ദ് അംഗ്രേസി കെ ലിംഗ്വിസ്റ്റിക് കാ സമാനാർത്ഥി ശബ്ദ് ഹെ. ഇംഗ്ലീഷിലുള്ള ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന വാക്കിൻ്റെ സമാനാർത്ഥമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഹിന്ദി വാക്കാണ് ഏത്? ഭാഷികി എന്ന് പറയുന്നത്. ഇസ്കോ സാമാന്യ രൂപസേ ഭാഷാ വിജ്ഞാൻ കഹാ ജാത്ത ഹെ. അത് നമുക്ക് ജനറലായിട്ട് കോമൺ ആയിട്ട് എന്ത് പറയാം? ഈ ഭാഷികയെ നമുക്ക് കോമൺ ആയിട്ട് ഭാഷാ വിജ്ഞാൻ എന്ന് പറയാം. ഭാഷാ കാ വിശിഷ്ട ജ്ഞാൻ ഹി ഭാഷാ വിജ്ഞാൻ ഹെ. ഇപ്പോൾ ഭാഷയെപ്പറ്റി പ്രത്യേകിച്ചുള്ള അറിവ്, ഭാഷയെ പറ്റിയുള്ള പ്രത്യേകിച്ചിട്ടുള്ള അറിവിനെയാണ് എന്ന് പറയുക ഭാഷാ വിജ്ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭാഷാ വിജ്ഞാൻ മേ ജോ വിജ്ഞാൻ ശബ്ദ് ഹേ ഉസ്കാ അർത്ഥ് ഹേ സയൻസ്. ഭാഷാശാസ്ത്രത്തിൽ വിജ്ഞാൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സയൻസ് എന്നാണ്. വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ സയൻസാണ്. സാമാന്യ രൂപസേ വിജ്ഞാൻ കെ നിയം സാർവകാലിക് और സാർവഭൗമ ഹുവാ കർത്തേ ഹെ. നമുക്കറിയാം, ഒരു ശാസ്ത്രം, ഒരു സയൻസിൻ്റെ ഒരു കണ്ടുപിടുത്തം ആകട്ടെ, അല്ലെങ്കിൽ സയൻസിൻ്റെ നിയമങ്ങൾ, അത് സാർവകാലിക് എന്നാണ്. എല്ലാ കാലഘട്ടത്തിലും അത് ഉപയോഗിക്കും. അതുപോലെ സാർവഭൗമ എന്നാണ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ വേൾഡിലും, ലോകം മൊത്തം ഒരേ സയൻസിൻ്റെ തത്വം ഒന്നായിരിക്കും, അത് മാറ്റം ഉണ്ടാവില്ല. ഭാഷാവിജ്ഞാൻ അല്ലെങ്കിൽ ഫിലോളജി എന്നും അതിനെ പറയുന്നു. ഭാഷാവിജ്ഞാൻ യാ ഫിലോളജി में भाषा के लिखित और उच्चरित दोनों रूपों का വിശദ അധ്യയൻ ഹോത്താ ഹെ. അതാണ്. അപ്പം ഭാഷാവിജ്ഞാൻ അല്ലെങ്കിൽ ഫിലോളജി എന്നുള്ളതിൽ ഭാഷയുടെ ലിഖിത് और ഉച്ചരിത് ദോനോ രൂപവും കാ വിശദ അധ്യയൻ എന്നാണ്. ഭാഷ നമ്മൾ എഴുതുന്നു, ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള കുറേ വാക്കുകൾ നമ്മൾ എഴുതുന്നു. ആ വാക്കുകൾ എങ്ങനെയാണ് ആ വാക്കുകൾ രൂപപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. നമ്മൾ ഒരുപാട് വാക്കുകൾ നമ്മൾ ഉച്ചരിക്കില്ലയോ? ആ ഉച്ചരിക്കുന്ന അതെങ്ങനെയാണ്, ഏതെല്ലാം ഉച്ചാരണ അവയവങ്ങളിൽ കൂടിയാണ് ആ വാക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങൾ പുറത്തേക്ക് വരുന്നത്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായിട്ടുള്ള അധ്യയനമാണ് ഈ ഭാഷാ വിജ്ഞാനിൽ വരിക. ലേക്കിൻ ഭാഷികി में ഭാഷ के ഉച്ചരിത और ജീവന്ത രൂപ पर അധിക ബൽ ദിയാ ജാത്ത ഹെ. എന്നാൽ ഭാഷികയിലാകട്ടെ ലിഖിത രൂപത്തിനല്ല, പിന്നെന്താണ്, ഉച്ചരിക്കുന്ന ചൈതന്യമുള്ള ആ രൂപം, ഉച്ചരിക്കുന്ന സജീവമായിട്ടുള്ള രൂപത്തിനാണ് കൂടുതൽ ബലം കൊടുത്തിരിക്കുന്നത്, കൂടുതൽ മഹത്വം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാഷാ വിജ്ഞാൻ യാ ഭാഷാശാസ്ത്ര ശബ്ദ് സാമാന്യ രൂപസേ ഭാഷാ സംബന്ധി ഐതിഹാസിക തഥാ തുലനാത്മക അധ്യയൻ കോ സൂചിത് കർത്താ ഹെ. ഭാഷാ വിജ്ഞാൻ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് കോമൺ ആയിട്ട് നമുക്ക് ഭാഷാ സംബന്ധമായിട്ടുള്ള ചരിത്രപരവും അതുപോലെ താരതമ്യ പഠനം, ചരിത്ര പഠനം അല്ലെങ്കിൽ താരതമ്യ പഠനം, ഈ രണ്ടെണ്ണത്തിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭാഷാശാസ്ത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഭാഷകൾ അത് ഹിസ്റ്റോറിക്കലായിട്ട് ആ ഭാഷ വാക്കുകൾ എവിടെ നിന്നുണ്ടായി, അത് മറ്റുള്ള ഭാഷയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, സാമ്യങ്ങൾ, ചിലപ്പോൾ ചില ഭാഷകൾ വേറൊരു ഭാഷയായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ചില വ്യത്യാസങ്ങൾ കാണും, ചിലപ്പോൾ അടുപ്പം സാമ്യതയും കാണും. അതിനൊക്കെയുള്ള പഠനങ്ങൾ ഏതിൽ കാണും? ഈ ഭാഷാ വിജ്ഞാൻ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രത്തിൽ നമുക്ക് വേണ്ടി വരും. ഇനി 1950 के आसपास भाषा विज्ञान के क्षेत्र में अमेरिकी विद्वानों के पदार्पण के साथ साथ इस ज्ञान शाखा ने अपना नया रूप लिया എന്നാണ്. 1950 അടുത്ത് ഭാഷാശാസ്ത്ര രംഗത്ത് അമേരിക്കൻ വിദ്വാൻമാർ എന്ത് ചെയ്തു? അമേരിക്കൻ വിദ്വാൻമാർ കാലുകുത്തിയതോടുകൂടി അവരാണ് 1950 അടുത്ത് ഭാഷാശാസ്ത്ര രംഗത്ത് അമേരിക്കൻ വിദ്വാൻമാരാണ് എന്ത് ചെയ്തത്? അതിനെപ്പറ്റിയുള്ള സ്റ്റഡി ആരംഭിച്ചത്. അതോടൊപ്പം ഈ ജ്ഞാനശാഖ എന്ത് ചെയ്തു? തൻ്റെ പുതിയ രൂപം പ്രാപിച്ചു എന്നാണ്. 1950 ശേഷമാണ് ഈ ഭാഷാശാസ്ത്രം എന്നുള്ള ഒരു ബ്രാഞ്ച് തന്നെ രൂപപ്പെട്ടത്.
നയേ രൂപ കെ സാത്ത് ഇസ്ക നയ നാംകരൺ പി ഹുവ. പുതിയ രൂപത്തോടൊപ്പം ഇതിന് അവർ തന്നെ ഒരു പുതിയ പേരിട്ടു, അതിനെ ലിംഗ്വിസ്റ്റിക് എന്ന് അവർ തന്നെ പേരിട്ടു. उसके आधार पर हिंदी में डॉक्टर देवी शंकर द्विवेदीനെ ഭാഷികി നാം ദിയ. അത് നോട്ട് ചെയ്യുക, വൺ വേർഡിനുള്ള കേട്ടോ. ഇതിനെ ആസ്പദമാക്കിയിട്ട് ഹിന്ദിയിൽ ഡോക്ടർ ശങ്കർ ദ്വിവേദീനെ, ദേവി ശങ്കർ ദ്വിവേദി ഭാഷികി എന്നുള്ള പേര് ഉപയോഗിച്ചു. അപ്പം ഇംഗ്ലീഷുകാരാണ് എന്ത് ചെയ്തത്, ലിംഗ്വിസ്റ്റിക് എന്നുള്ള പേര് കൊടുത്ത്. അതിനെ ആസ്പദമാക്കിയിട്ട് ഹിന്ദിയിൽ ഡോക്ടർ ദേവി ശങ്കർ ദ്വിവേദി എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതൻ ഭാഷികി എന്നുള്ള പേര് കൊടുത്തു. ഉനോനെ ഭാഷികിക്ക് പരിഭാഷ ഇസ് പ്രകാർ ദി. അദ്ദേഹം ഈ ഭാഷികിക്ക് ഇങ്ങനെയുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തു. എന്താണ് ഭാഷികി എന്ന് ഈ ദേവി ശങ്കർ പ്രസാദ് ഒരു നിർവചനം കൊടുത്തു എന്നാണ്. എന്താണ്? ഭാഷ की प्रकृति, उसके गठन तथा व्यवहार आदि की वस्तुनिष्ठ परीक्षा करने वाले विज्ञान का नाम ഭാഷികി ഹെ. വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭാഷയുടെ പ്രകൃതി? പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്വഭാവം, ഭാഷയുടെ സ്വഭാവം. അതുപോലെ ഉസ്കെ ഘടൻ, അതിൻ്റെ ഘടൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടന, സ്ട്രക്ചർ, അതെങ്ങനെ മറ്റുള്ളവരോട് കൈകാര്യം ചെയ്യുന്നു, ഇവയെ പറ്റിയുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പരീക്ഷയെയാണ് എന്ത് പറയുക, വിജ്ഞാൻ. അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായിട്ട് എക്സ്പെരിമെൻ്റ് നടത്തണം. അങ്ങനെ നടത്തുന്ന ശാസ്ത്രത്തെയാണ് എന്ത് പറയുക, ഭാഷികി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഭാഷയുടെ പ്രകൃതി, ഉസ്കെ ഘടൻ ഔർ വ്യവഹാർ, 3 കാര്യങ്ങളാണ്. അതിനെ വസ്തുനിഷ്ഠമായിട്ട് എന്ത് ചെയ്യണം, പരിശോധിക്കണം. അങ്ങനെയുള്ള ശാസ്ത്രത്തെയാണ്, സയൻസിനെയാണ് എന്ത് പറയുക, ഭാഷികി എന്ന് പറയുന്നത്. സംക്ഷേപമേ കഹേം തോ ഭാഷാ കാ സ്വരൂപ വിശ്ലേഷൺ ഭാഷികി കാ പ്രാൺ ഹെ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഭാഷയുടെ സ്വരൂപത്തെ, അതിൻ്റെ സ്ട്രക്ചറെ, അതിൻ്റെ ഘടനയെ അപഗ്രഥിക്കുക, അതാണ് ഭാഷികയുടെ പ്രാൺ എന്ന് പറയുന്നത്. ഭാഷികയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയുടെ ഘടനയെ അപഗ്രഥിക്കുക, അതാണ് ഭാഷികയുടെ പ്രാൺ. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. ഭാഷികി നയേ യുഗ് കി ദേൻ ഹെ. ഈ ഭാഷികി എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഈസ് കഥൻ കി പരിഭാഷ കർത്തേ ഹുയെ. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ കൊടുത്തുകൊണ്ട് ഭാഷികി കെ സ്വരൂപവും കാ പരിചയിച്ച്, നമ്മൾ ഭാഷികയുടെ ചില ഘടകങ്ങളുണ്ട്, ചില സ്ട്രക്ചറുണ്ട്, അതിനെ വ്യക്തമാക്കുക എന്നാണ്. ഭാഷ കെ സ്വരൂപ വിശ്ലേഷൺ ഔർ ഉസ്കാ വർണ്ണൻ ദോനോ ഏക പ്രകാർ സെ നയേ യുഗ് കി ദേൻ ഹെ. ഭാഷയുടെ സ്വരൂപത്തെ അനാലിസിസം നടത്തുക, അതിനെ വർണ്ണിക്കുക. 2 തരത്തിലുള്ളതും 2 തരത്തിലുള്ള ശാസ്ത്രങ്ങളും 2 തരത്തിലുള്ള കാര്യങ്ങളും പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. വ്യാകരൺ ഔർ ഭാഷാ വിശ്ലേഷൺ ആദി കെ ക്ഷേത്രമേ ഭാരത് അന്യ രാഷ്ട്രോം സെ ആകെ ഹെ. വ്യാകരണം, ഭാഷകളെ പറ്റിയുള്ള പഠനങ്ങൾ, ഈ രംഗത്ത് ഭാരതം മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളെക്കാൾ എത്രയോ മുൻപന്തിയിലാണ്. കാരണം നമുക്കറിയാം, സാൻസ്ക്രിറ്റിൽ ഒരുപാട് വ്യാകരണങ്ങൾ ഉണ്ട്. പാണിനി അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങളെക്കാൾ വ്യാകരണത്തിലും അതുപോലെ ഭാഷാ വിശ്ലേഷണത്തിലും വളരെ മുൻപന്തിയിലാണ് നമ്മുടെ രാഷ്ട്രം. वर्णनात्मक भाषा विज्ञान के क्षेत्र में शताब्दियों के पहले जन्मे സംസ്കൃത വിദ്വാൻ പാണിനി കാ സ്ഥാൻ സർവശ്രേഷ്ഠ ഹെ. അപ്പോൾ ഈ വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാഷാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു സംസ്കൃത പണ്ഡിതൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പാണിനി എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ ശ്രേഷ്ഠമാണ് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പാണിനിനെ ദേശിക്ക് ഭിन्न भिन्न भागों में बोली जाने वाली संस्कृत भाषा के विविध रूपों को सूक्ष्मतम विश्लेषण किया था. പാണിനി എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ഭാഷകളുണ്ട്, പല ടൈപ്പ് സംസ്കൃത ഭാഷയുണ്ട്. ആ സംസ്കൃതത്തിൻ്റെ വിവിധ രൂപങ്ങളെ വളരെ മൈന്യൂട്ടായിട്ട് എന്ത് ചെയ്തു? അപഗ്രഥിച്ചിരുന്നു എന്നാണ്. इसलिए पाणिनि को आधुनिक वर्णनात्मक भाषा विज्ञान या भाषिकी का प्रथम प्रवर्तक माने जाते हैं. അതുകൊണ്ട് പാണിനിയെ നമുക്ക് ആധുനിക വർണ്ണനാത്മക ഭാഷാ വിജ്ഞാൻ അല്ലെങ്കിൽ ഭാഷികയുടെ ആദ്യത്തെ സ്ഥാപകനായിട്ട് നമുക്ക് കണക്കാക്കാം. വൺവേടൊക്കെ അത് ചോദിക്കാം.
ആധുനിക വർണ്ണനാത്മക ഭാഷാ വിജ്ഞാൻ യാ ഭാഷികി കാ പ്രഥം പ്രവർത്തക കോൻ ഹെ എന്ന് ചോദിച്ചാൽ നമ്മൾ പാണിനി എന്ന് പറയണം. അപ്പം നമുക്ക് 10 ചോദ്യം വൺ വേർഡുണ്ട്, 10 മാർക്ക് കിട്ടും. ഭാഷാ കാ അധ്യയൻ അനേക ദൃഷ്ടിയോം സെ അപ്നായ ജാ സക്താ ഹെ. പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭാഷയെ പറ്റി പഠനം നടത്താൻ പറ്റും. പല കാഴ്ചപ്പാടിൽ ഭാഷകളെ നമുക്ക് പഠനം നടത്താൻ പറ്റും. ഭാഷാ വൈജ്ഞാനികോं की दृष्टि से भाषिकी के या भाषा विज्ञान के अध्ययन के 5 സ്വരൂപ് മാനി ജാതി ഹെ. അപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പാണിനി പോലെയുള്ള ആൾക്കാർ അവരാണ് എന്ത് ചെയ്യണത്, ഈ ഭാഷാശാസ്ത്രത്തെപ്പറ്റി ഭാരതത്തിൽ ആദ്യകാല സ്ഥാപകൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടിൽ ഭാഷികി കെ യാ ഭാഷാ വിജ്ഞാൻ കെ അധ്യയൻ കെ 5 സ്വരൂപ് മാനി ജാതി ഹെ. ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ 5 രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഭാഷാശാസ്ത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 രൂപം മനസ്സിലാക്കിയിരിക്കണം. ഒന്നെന്താണ്, വർണ്ണനാത്മക് ഭാഷാ വിജ്ഞാൻ, ഐതിഹാസിക് ഭാഷാ വിജ്ഞാൻ, തുലനാത്മക് ഭാഷാ വിജ്ഞാൻ, വ്യതിരേകി ഭാഷാ വിജ്ഞാൻ और പ്രായോഗിക് ഭാഷാ വിജ്ഞാൻ. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വർണ്ണനാത്മക ഭാഷാ വിജ്ഞാൻ എന്താണെന്ന് നോക്കാം. കിസി വിശിഷ്ട കാൽ കി, വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. കിസി വിശിഷ്ട കാൽ കി, വിശിഷ്ടകാൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടം. വിശിഷ്ടകാൽ കി കിസി വിശേഷ ഭാഷ കാ അധ്യയൻ വർണ്ണനാത്മക് ഭാഷാ വിജ്ഞാൻ, അവിടെ ഒരു വാക്കൂടെ ചേർക്കുന്നുണ്ട്, ഭാഷാ വിജ്ഞാൻ കഹലാത്ത ഹെ. ഭാഷ കഴിഞ്ഞിട്ട് ഒരു വാക്കൂടെ ചേർക്കാറുണ്ട് കേട്ടോ, അത് ഓർത്തോളുക. किसी विशिष्ट काल की किसी एक विशेष भाषा का अध्ययन വർണ്ണനാത്മക് ഭാഷ, ഇവിടെ ഒരു വാക്കുകൂടെ ചേർക്കേണ്ട, ഭാഷാ വിജ്ഞാൻ കഹലാത്ത ഹെ. ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഏതെങ്കിലും പ്രത്യേക ഭാഷയെ പറ്റിയുള്ള പഠനത്തെയാണ് വർണ്ണനാത്മക് ഭാഷാ വിജ്ഞാൻ എന്ന് പറയുന്നത്. ഇസ്മേം ഉസ് ഭാഷാ കി ധ്വനിയോ രൂപോ वाक्य संरचना से संबद्ध नियम भी നിർദ്ധാരിത होते हैं. അതിൽ ആ ഭാഷയുടെ ധ്വനികൾ, രൂപങ്ങൾ, വാക്യത്തിൻ്റെ സ്ട്രക്ചർ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ അതിൽ നിർദ്ധാരിത് ഹോത്തേ ഹെ, നിശ്ചയിക്കപ്പെട്ടു വച്ചിട്ടുണ്ടെന്നാണ്. ഭാഷയുടെ ധ്വനികൾ, ആ ഭാഷയുടെ, നമ്മൾ ആ വിശിഷ്ട ഭാഷ എടുക്കുന്നുണ്ടല്ലോ, ആ ഭാഷയുടെ ധ്വനികൾ, അതിൻ്റെ രൂപങ്ങൾ, അതുപോലെ വാക്യത്തിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ അതിൽ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. വർണ്ണനാത്മക ഭാഷാ വിജ്ഞാൻമേയും അർത്ഥതത്വക്കാ കോയി വിചാർ നഹി ഹോത്ത. അവിടെ അർത്ഥതത്വത്തിന് യാതൊരു അതിനെപ്പറ്റി അവിടെ നോക്കുന്നില്ല എന്നാണ്. അർത്ഥത്തിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ആ ഭാഷ എങ്ങനെ ഉച്ചരിക്കുന്നു, ധ്വനികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഘടന എന്തൊക്കെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അർത്ഥമൊന്നും നോക്കില്ല എന്നർത്ഥം. അടുത്ത രണ്ടാമത്തെ ഐതിഹാസിക ഭാഷാ വിജ്ഞാൻ, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് കേട്ടോ. കിസി ഏക് യാ അധിക ഭാഷാവും കി ധ്വനി, ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ ഭാഷകളുടെ ധ്വനി, രൂപ്, വാക്യ, അർത്ഥ ആദി കെ വികാസ് കാ ക്രമിക് അധ്യയൻ ഐതിഹാസിക ഭാഷാ വിജ്ഞാൻ കാ വിഷയ ഹെ. ഇവയുടെയൊക്കെ ക്രമികമായിട്ടുള്ള പഠനത്തെയാണ് ഐതിഹാസിക ഭാഷാ വിജ്ഞാൻ എന്ന് പറയുന്നത്. വർണ്ണനാത്മക ഭാഷാ വിജ്ഞാൻ ഏകകാലിക് ഹെ അഥഹ സീമിത് ഹോത്ത ഹെ. വർണ്ണനാത്മക ഭാഷാ വിജ്ഞാൻ താഴേക്ക് വരും. വർണ്ണനാത്മക ഭാഷാ വിജ്ഞാൻ ഏകകാലിക് ഹെ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ളതാണ്, അതുകൊണ്ട് അതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ്. ആ കാലഘട്ടത്തിലുള്ളതിനെ മാത്രം എടുത്താൽ മതി, അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ലേക്കിൻ ഐതിഹാസിക ഭാഷാ വിജ്ഞാൻ में किसी भाषा के कालक्रमिक विकास का संपूर्ण अध्ययन होता है. അതേസമയം ചരിത്രപരമായിട്ടുള്ള ഭാഷാ വിജ്ഞാൻ, ഐതിഹാസിക ഭാഷാ വിജ്ഞാൻ ഏതെങ്കിലും ഭാഷയുടെ ആ കാലക്രമം, ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1000 മുമ്പുള്ളത്, 1500 ശേഷമുള്ളത്, 1300 ശേഷം, അങ്ങനെ പല കാലഘട്ടം ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഭാഷയും ഒക്കെ വ്യത്യാസങ്ങൾ കാണും. അതിൻ്റെ കാലക്രമമായിട്ടുള്ള വികാസത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പഠനമാണ് ഐതിഹാസിക ഭാഷാ വിജ്ഞാനിൽ ഉള്ളത്. അടുത്ത നമുക്ക് നാലാമത്തെ വ്യതിരേകി ഭാഷാ വിജ്ഞാൻ. അതിന്
ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര് കോൺട്രാസ്റ്റീവ് എന്നാ പറയുക. എന്താണ് തുലനാത്മക ഭാഷാ വിജ്ഞാൻ? വ്യതിരേകി ഭാഷാ വിജ്ഞാൻ എന്ന് പറയുന്നത് तुलनात्मक भाषा विज्ञान का आधार दो या अधिक भाषाओं के बीच की സമാനതായേ ഹെ. നമുക്ക് തൊട്ട് മുകളിൽ പറഞ്ഞു തുലനാത്മക ഭാഷാ വിജ്ഞാൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ഭാഷകൾ തമ്മിലുള്ള സമാനതകളാണ്. तो व्यतिरेकी भाषा विज्ञान दो या अधिक भाषाओं के बीच की भिन्नताओं की चर्ച്ച करता है. എന്നാൽ വ്യതിരേകി ഭാഷ, വ്യതിരേകി എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ, വിഭിന്നതകൾ എന്നാണ് എൻ്റെ അർത്ഥം. व्यतिरेकी भाषा विज्ञान दो या अधिक भाषाओं के बीच की ഭിന്നതാओं की ചർച്ച करता है. രണ്ടോ അതിൽ കൂടുതലോ ഭാഷകൾക്കിടയ്ക്കുള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. अनुवाद के क्षेत्र में स्रोत या लक्ष्य भाषाओं की भिन्नताओं के अध्ययन का विशेष महत्व होता है. ഈ ട്രാൻസ്ലേഷൻ്റെ രംഗത്തൊക്കെ സ്രോത് ഭാഷ എന്ന് പറയുമ്പോൾ ഏത് ഭാഷയിൽ നിന്നാണോ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് അതിനെ സ്രോത് ഭാഷ എന്നും, ലക്ഷ്യഭാഷ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ വ്യത്യാസങ്ങളെ പറ്റിയുള്ള പഠനത്തിനാണ് നാം കൂടുതൽ ഈ വ്യതിരേകി ഭാഷാ വിജ്ഞാനിൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അടുത്ത ലാസ്റ്റ് പ്രായോഗിക ഭാഷാ വിജ്ഞാൻ, അപ്ലൈഡ് എന്നാ പറയുക. പ്രായോഗിക ഭാഷാ വിജ്ഞാൻ അപ്ലൈഡ് लिंग्विस्टिक എന്നാണ്. आधुनिक युग में विविध प्रकार के यंत्रों का उपयोग करके विश्लेषणात्मक पद्धति के द्वारा भाषा में प्रयुक्त ध्वनियों, रूपों, शब्दों आदि का सूक्ष्म रूप से अध्ययन होता है. വ്യത്യസ്തമായിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു അനാലിസിസം പോലെ നടത്തിയിട്ട് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ധ്വനികൾ, രൂപങ്ങൾ, വാക്കുകൾ ഇവയെ പറ്റിയുള്ള സൂക്ഷ്മമായിട്ട് പഠനം നടത്താറുണ്ട് ആധുനിക കാലഘട്ടത്തിൽ. ഇസലിയെ അല്ലെങ്കിൽ ഇസ്കേലിയെ പ്രയോഗശാലയെ സ്ഥാപിത കി ജാതി ഹെ. അപ്പോൾ അതിനുവേണ്ടി പല പരീക്ഷണശാലകളും ഉണ്ട്. ഭാഷയുടെ ഘടനയെപ്പറ്റി പഠിക്കാനുള്ള പരീക്ഷണശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ്. പ്രായോഗിക ഭാഷാ വിജ്ഞാൻ കാ ഔർ ഏക രൂപ ഹെ അനുപ്രയുക്ത് ഭാഷാ വിജ്ഞാൻ. പ്രായോഗിക ഭാഷാ വിജ്ഞാൻ്റെ മറ്റൊരു രൂപത്തെയാണ് अनुप्रयुक्त भाषा विज्ञान എന്ന് പറയുക. इसमें भाषा विज्ञान का भाषा को छोड़ अन्य क्षेत्रों में जो उपयोग होता है उसकी चर्चा होती है. ഈ അനുപ്രയുക്ത ഭാഷാ വിജ്ഞാനിൽ ഭാഷാശാസ്ത്രം, ഇതിൽ ഭാഷാശാസ്ത്രത്തിൻ്റെ ഭാഷ വിട്ടിട്ട് ബാക്കിയുള്ള രംഗങ്ങളിൽ ഭാഷാശാസ്ത്രം മറ്റുള്ള ഏതെല്ലാം രംഗങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമോ, ഭാഷ അല്ലാതെ മറ്റേതെല്ലാം രംഗത്ത് അതിനെ ഉപയോഗിക്കാൻ പറ്റുമോ അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് ഉള്ളത്. ഉദാഹരണം കേലിയെ ടങ്കൺ യന്ത്രക്കി കുഞ്ചി പടൽ, ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീനില്ലേ അതിൻ്റെ കീബോർഡ്, അതാണ്. പിന്നെ ആശുലിപിക്കെ പ്രതീക് എന്നാണ്, സിംബൽസ് ഓഫ് ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗ്. അതുപോലെ കമ്പ്യൂട്ടർ ഭാഷയും യാന്ത്രിക അനുവാദ്, ബോലി സുധാർ. ഇപ്പം ചില കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതിനുവേണ്ടി ചില പരീക്ഷണശാലകളിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടികളുടെ വർത്തമാനമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അതെന്തുകൊണ്ട് അതുണ്ടാകുന്നു, ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തുന്നു. ആദി ക്ഷേത്രോമേം ഭാഷാ വിജ്ഞാൻ കാ ബഡാ ഹി സഫൽ പ്രयोग होता है. ये सब അനുപ്രയുക്ത ഭാഷാ വിജ്ഞാൻ കെ വിഷയ. അപ്പോൾ ഇത് ഭാഷാപരമായിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് കുറച്ച് ടഫായിരിക്കും, നമ്മൾ വായിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് എഴുതുക. അപ്പം ഒന്നാമത്തെ ഈ പാർട്ടിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തു. ഇനി നിങ്ങളത് കേട്ടിട്ട് സംശയമുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് എപ്പോഴെങ്കിലും ആ സംശയം തീർക്കാം. ശരി, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് അടുത്ത ഒരു ദിവസം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.